നിങ്ങൾക്കറിയാമോ പരമശിവന്റെ ശരഭ അവതാരത്തെപ്പറ്റി? ഹിരണ്യകശിപുവിനെ വധിച്ചതിനുശേഷം നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചില്ല. ഭയങ്കര രൂപത്തിൽ അവിടുന്ന് ത്രൈലോക്യത്തെ വിറപ്പിച്ചു. ദേവന്മാരും മനുഷ്യരും സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ ആ ഉഗ്രരൂപം മാറിയില്ല. ബ്രഹ്മാവും വിഷ്ണുവും പ്രാർത്ഥിച്ചു. എന്നിട്ടും നരസിംഹത്തിന്റെ കോപം ശാന്തമായില്ല. അപ്പോൾ ദേവന്മാർ കൈലാസത്തിൽ ശിവനെ സമീപിച്ചു. പ്രപഞ്ചം സംരക്ഷിക്കണമെങ്കിൽ നരസിംഹത്തെ ശാന്തമാക്കണം അവർ അപേക്ഷിച്ചു. മഹാദേവൻ ആലോചിച്ചു. പിന്നെ വീരഭദ്രനെയും ഭദ്രകാളിയെയും അയച്ചു. അവർക്കും സാധിച്ചില്ല. അപ്പോൾ ശിവൻ ശരഭ അവതാരമെടുത്തു. അത് പക്ഷിയുടെ തലയോടും ചിറകോടും കൂടിയ സിംഹശരീരമുള്ള 8 കാലുകളോട് കൂടിയ അതിഭീകരമായ രൂപം. ആ മഹാശക്തി നരസിംഹനെ സമീപിച്ചു. ഭയങ്കരമായ യുദ്ധം നടന്നു. സപ്തലോകങ്ങളും പ്രകമ്പനം കൊണ്ടു. ഒടുവിൽ ശരഭമൂർത്തി തന്റെ ചിറകുകൾ കൊണ്ട് നരസിംഹത്തെ ആലിംഗനം ചെയ്തു. ആ സ്പർശത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരത്തിന്റെ കോപം ശമിച്ചു. ശാന്തനായ നരസിംഹൻ ശിവനെ പ്രണമിച്ചു. നിങ്ങൾ സർവശക്തൻ, അദ്ദേഹം സമ്മതിച്ചു. പിന്നീട് നരസിംഹത്തിന്റെ ത്വക്ക് ധരിച്ചുകൊണ്ട് ശരഭമൂർത്തി ആഹ്ലാദത്തോടെ നൃത്തമാടി. അങ്ങനെ ശരഭ അവതാരം പ്രപഞ്ചത്തെ സംരക്ഷിച്ചു. ഈ അവതാരം ശിവന്റെ അനന്തശക്തിയുടെയും കാരുണ്യത്തിന്റെയും സാക്ഷ്യമാണ്. ഓം നമഃശിവായ. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ഈ ഭക്തിയാത്രയുടെ ശക്തിയാണ്.